നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ വീട്ടിലെ നാരകം കണ്ടോ? ഇലയേക്കാൾ കൂടുതൽ നാരങ്ങയാണ് ഇതിലുള്ളത്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ഒരു നാരകം നട്ടിട്ട് അതിൽ ഒരൊറ്റ നാരങ്ങ പോലും ഉണ്ടാകുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ നാരകം കായ്ക്കാനായിട്ട് ചെയ്ത പരിചരണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ നാരകം നട്ടിട്ട് 10 വർഷത്തിന് മേലെയായി. കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമായി. ഞാനിത് കായ്ക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് ബഡ് ചെയ്തതോ ഒന്നുമല്ല, ഇത് കുരുവിട്ട് തന്നെ കിളിർത്ത് വന്നതാണ്. ഇപ്പോൾ നേഴ്സറികളിലൊക്കെ എയർ ലെയറിംഗ് ചെയ്ത നല്ല തൈകൾ കിട്ടും. ചട്ടിയിൽ വെച്ച് തന്നെ വളർത്തിയെടുക്കാം. വേഗം തന്നെ കായ്ക്കുകയും ചെയ്യും. നാരകം കുറെ വെറൈറ്റീസിലുണ്ട്. ഇത് ഒത്തിരി വലിപ്പം വെക്കാത്ത, പുളി തീരെ ഇല്ലാത്ത വെറൈറ്റിയാണ്. പഞ്ചസാര വളരെ കുറച്ച് മതി. അധികം വലിപ്പം ഇല്ലെങ്കിൽ നിറയെ കായ്ക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാനും ഈ വെറൈറ്റി പറ്റും. അപ്പൊ ഇതിൽ ചേർക്കേണ്ട, ഇതിന് ഞാൻ കൊടുക്കുന്ന വളങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് ഈ പൂവ് വന്നതിന് ശേഷം കൊടുത്ത വളങ്ങളെ കുറിച്ചിട്ടാണ്. അടിവളമായിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയുമാണ് ചേർത്തത്. ഇപ്പൊ ഈ കാണിക്കുന്നത് ഫിഷ് അമിനോ ആസിഡ് ആണ്. അത് ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്ക് പൂക്കളിലൊക്കെ സ്പ്രേ ചെയ്യാം. പിന്നെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഫിഷ് അമിനോ ആസിഡ് ഏത് ചെടികൾക്ക് നമുക്ക് ഒഴിക്കാം, പൂക്കുന്ന ചെടികൾക്ക്. അപ്പം അത് നല്ല പൂവൊഴിച്ചിട്ട് തടയാനൊക്കെയുള്ള നല്ലൊരു വളമാണ്. പിന്നെ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുത്തൊരു വളമാണിത്. ഇത് നമ്മുടെ വീട്ടിലെ കാണിക്കുന്ന പൂവാണ്. അപ്പോൾ ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതൊക്കെ ചെടികൾ പൂക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിത് ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ചെടികൾ പൂക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു വളമാണ് പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള പഴത്തിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഇതേപോലെ ഒരു ടിന്നിൽ വെള്ളം ഒഴിച്ചിടാം. അപ്പോൾ കുറേ നാൾ ഇരിക്കണമെങ്കിൽ കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലൊന്നും വരാതെ കുറേ നാളിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ അലിഞ്ഞ് കിട്ടും. ഇത് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒന്നാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളവും പുളിപ്പിച്ച് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെടികൾ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അത് നല്ലൊരു വളമാണ്. കഞ്ഞിവെള്ളത്തിൽ നമുക്ക് കടലപ്പിണ്ണാക്ക് ഇട്ട് പുളിപ്പിക്കാം. എന്തെങ്കിലും മാവൊക്കെ അരച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്കി വരുന്നത് ഇട്ട് പുളിപ്പിക്കാം. അത് നമുക്ക് ഇതേപോലെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ വേസ്റ്റായി വരുന്ന പച്ചക്കറികൾ അതൊക്കെ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഇതിന് നല്ലൊരു വളമാണ്. ഇതിന് നല്ല എല്ലാ ചെടികൾക്കും നല്ല വളമാണ്. ഇതിൻ്റെ ചോട്ടിലിട്ട് നമ്മൾ കരിയില കത്തിക്കാറുണ്ട്. അതിൻ്റെ ചാരവും നമ്മൾ ഇതിനിട്ട് കൊടുക്കാറുണ്ട്. ഈ വീഡിയോയിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ നാരകമാണ്. എല്ലാ വർഷവും അത്യാവശ്യം കായ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം നല്ല രീതിയിൽ കായ്ച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാരകം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നട്ടു കൊടുക്കാനായിട്ട്. പൂവിടുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം നനയ്ക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. മതിലിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ വഴിപോക്കരൊക്കെയാണ് കൂടുതലും ഈ നാരകം എടുക്കാറുള്ളത്. നമ്മുടെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം മാറ്റാനായിട്ടൊക്കെ ഈ നാരകം വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ക്ഷീണം മാറ്റിയിട്ട് നല്ല ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഈ നാരകം. ഇതിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചർമ്മാരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. വീട്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ തന്നെ അധികമുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. ഇത് നമ്മളൊന്നെങ്കിലും മാർക്കറ്റിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കുകയോ ചെയ്യണം. ഇത് വെറും വയറ്റിൽ കഴിക്കുന്നത് അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും ഇത് ഡയലൂട്ട് ചെയ്യാതെ കഴിക്കുന്നതും പിന്നെ കൂടാതെ ഇത് കഴിച്ചിട്ട് പല്ല് തേക്കുന്നതും പല്ലിൻ്റെ ഇനാമൽ പോകാനായിട്ട് കാരണമാകും. നാരകം നടുന്നതിനെ കുറിച്ചിട്ടും നാരകത്തിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ചിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നാരകത്തെക്കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു.